കഴിഞ്ഞ തവണ അമേഠിയിൽ സംഭവിച്ചത് ഇത്തവണ വയനാട്ടിലും സംഭവിക്കുന്നു. വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെ പ്രതീക്ഷ. രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യമാണ് ദേശീയ നേതൃത്വം നടപ്പാക്കിയത്. ഭാരിച്ച ഉത്തരവാദിത്തമാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ 24നോട് പറഞ്ഞു. അങ്ങനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP. അത് കെ സുരേന്ദ്രൻ തന്നെയാണ് നമ്മളോടൊപ്പം. അദ്ദേഹം ചേരുകയാണ്. എങ്ങനെയാണ് വയനാട്ടിൽ? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം തന്നെയാണ് കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, അമിത്ഷാജി, അതുപോലെ പാർട്ടി അധ്യക്ഷൻ JP നഡ്ഡാജി, BL സന്തോഷ് ഇവരെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനത് പൂർണ്ണ സന്തോഷത്തോടെ സ്വീകരിച്ചു. വലിയ പോരാട്ടം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള IND മുന്നണിയുടെ നകാരാത്മകമായ രാഷ്ട്രീയത്തിനെതിരായി വലിയ പോരാട്ടം തന്നെ ഞങ്ങൾ വയനാട്ടിൽ കാഴ്ചവെക്കും. തീർച്ചയായും മുന്നണിയിലെ രണ്ട് പ്രമുഖർക്കെതിരെയാണ് മത്സരിക്കുന്നത്. മുന്നണിയിലെ രണ്ട് പ്രമുഖർ എന്തിനാണ് മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് വയനാട്ടുകാർ ഉയർത്തുന്നത്. കാരണം IND മുന്നണിയുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ എന്തിന് പരസ്പരം മത്സരിക്കണം എന്നുള്ള ചോദ്യം അവിടെ ഉയരുകയാണ്. IND മുന്നണിക്കെതിരായിട്ടുള്ള ഏക ജനകീയ ബദൽ NDA മുന്നണിയാണ്. കഴിഞ്ഞ തവണ അമേഠിയിൽ ജനങ്ങൾ എന്താണോ ചെയ്തത്, ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ അത് ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകും. സുരക്ഷിത മണ്ഡലമെന്ന് കരുതിയാണ് രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ തന്നെ മത്സരിക്കുന്നത്. BJPക്ക് അവിടെ 80,000 വോട്ടാണ് ലഭിച്ചത്. അതിനെ എങ്ങനെയാണ് നോക്കുകയാണ്? വയനാട് പഴശ്ശിരാജാവിന്റെ മണ്ണാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി ഐതിഹാസികമായ പോരാട്ടം നടത്തിയ വീര കേരളവർമ്മ പഴശ്ശി തമ്പുരാന്റെ മണ്ണാണ്. അതുകൊണ്ട് യുദ്ധം വളരെ ശക്തമായിട്ട് നടക്കും. ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലാണ് അങ്ങോട്ട് പോകുന്നത്. വലിയ പ്രശ്നങ്ങളുണ്ട്, വന്യജീവി നിരവധി വിഷയങ്ങളുണ്ട്. വയനാട് ജില്ല ഒരു വളരെ വികസന പ്രതിസന്ധിയുള്ള ഒരു ജില്ലയാണ്. രാഹുൽ ഗാന്ധി അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. മോദിജി വയനാടിനെ ആസ്പിറേഷൻ ജില്ലയായി പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ സഹായിക്കാൻ, കൃഷിക്കാരെ സഹായിക്കാനൊക്കെയുള്ള അനേകം പദ്ധതികൾ പ്രഖ്യാപിച്ചു. അത് നടത്താൻ വേണ്ടിയിട്ട് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി പ്രവർത്തിക്കുന്നു. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും ഉടൻ തന്നെ വയനാട്ടിലേക്ക് പോവുകയും അവിടെ ചെന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെയും ഇന്ത്യ മുന്നണിക്കെതിരെയുമുള്ള ഒരു പോരാട്ടമായി തന്നെയാണ് അദ്ദേഹം ഈ ഒരു പോരാട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24.